മാലാഖമാരെ പിശാചുക്കളാക്കി മാറ്റിയത് അഹങ്കാരമാണെങ്കിൽ മനുഷ്യനെ മാലാഖയാക്കുന്നത് എളിമയാണ്. ഇത് പറഞ്ഞത് വിശുദ്ധ അഗസ്റ്റിനാണ്. ഇന്ന് വിശുദ്ധ അഗസ്റ്റിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷ ഭാഗം ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ പിടിവലി കൂടുന്ന ശിഷ്യന്മാരോട് ഈശോ പറയാണ്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനാകണമെന്നൊരു വലിയ പാഠം അവരെ പഠിപ്പിക്കുകയാണ്. മറ്റൊരാളെ ചവിട്ടി താത്തിയാൽ കുഴപ്പമില്ല, നീ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്ന് ഈ ലോകം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഒന്നാമതെത്താൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണമെന്നുള്ളത്. മദർ തെരേസ പറയുന്നൊരു കാര്യമുണ്ട്, നീ മറ്റൊരാളെ ശുശ്രൂഷിക്കുമ്പോൾ, അവരനെ നീ ശുശ്രൂഷിക്കുമ്പോൾ നീ കർത്താവിൻ്റെ ദാഹം ശമിപ്പിക്കുകയാണ് എന്നുള്ളത്. പ്രിയമുള്ളവരെ, ശുശ്രൂഷയുടെ ഒരു വിളിയാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. മറ്റൊരാളെ പരിഗണിക്കാനും മനസ്സിലാക്കാനും ശുശ്രൂഷിക്കുവാനും എളിമയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എളിമപ്പെടുന്നവരെല്ലാം മാലാഖമാരാണ്. ശുദ്ധ പാതിരപ്പിയെ പറയുന്നൊരു കാര്യമുണ്ട്, എളിമയുള്ള മനുഷ്യന്റെ മുമ്പിൽ പിശാച് ഞെട്ടിവിറയ്ക്കും, ഓടി ഒളിക്കുമെന്നുള്ളത്. ഈ ഒരു എളിമയുടെ മനോഭാവം നമുക്ക് സ്വന്തമാക്കിക്കൂടെ? ഞാനെന്ന ഭാവത്തിന്റെ, അഹങ്കാരത്തിന്റെ, വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുടെ ആ ഒരു തലത്തിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങി വന്നുകൂടെ? ഓർക്കണം, ഈ എളിമയാണ് മനുഷ്യനെ മാലാഖയാക്കിയതും പിശാചിനെ ആട്ടി ഓടിച്ചതും.